ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യൂട്യൂബർ, പ്രത്യേകിച്ച് ന്യൂ യൂട്യൂബർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതൊരു കണ്ടൻ്റായിട്ട് പറയുന്നത്. നമുക്കറിയാം, സാധാരണ ഒരു ന്യൂ യൂട്യൂബർ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ അവർ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ടിപ്സുകൾ ഉപയോഗിക്കും, പല മാർഗങ്ങൾ സ്വീകരിക്കും. എന്തായാലും അവർ ഒരുപാട് വീഡിയോസ്, ചിലർ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റു ചിലർ വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിർത്തി പോകും. പക്ഷേ ചില ക്രിയേറ്റേഴ്സ് ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. അവർ കുറച്ചധികം കണ്ടന്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും കാര്യമായിട്ട് വ്യൂസ് വന്നിട്ടുണ്ടാകില്ല. ഏകദേശം നമുക്ക് യൂട്യൂബ് ചടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചധികം വീഡിയോസ് ചെയ്ത സ്ഥിതിക്ക് അതിലൊരു വീഡിയോ ക്ലിക്കാകുന്നുണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം, നമ്മൾ ഒരു വീഡിയോ ആദ്യമായിട്ട് 1K ആകുന്നു, അല്ലെങ്കിൽ 2K 5K അങ്ങനെ യൂട്യൂബിൽ നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ എന്താണ് ചെയ്തത്, പ്രത്യേകം എന്താണ് ചെയ്തത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷെ ഒരു വീഡിയോ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡ് ചെയ്ത് വീഡിയോസ് ഇങ്ങനെ വ്യൂസ് കൂടുന്നുണ്ടാകും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയ സമയത്ത് വ്യൂസ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടുണ്ടാകില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത് വരുമ്പോൾ പണ്ട് മീൻസ് നമ്മൾ ചാനലിൽ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങ് റീച്ച് ആകുന്നത് ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ ചാനൽ റീച്ചായി തുടങ്ങി, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിക്കാകുന്ന, ആദ്യമായിട്ട് 1K വ്യൂസൊക്കെ കിട്ടുന്ന നല്ല ഹാപ്പി ആയിരിക്കും. അവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് മിക്ക ന്യൂ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയാം. കാരണം ഒരു ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ആദ്യത്തെ വീഡിയോ ക്ലിക്കാകുന്ന, വ്യൂസ് കൂടുന്നു എന്നുള്ളത് കാണുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം. ഈ സമയത്ത് ഇത് 1K അടിക്കുന്നത് അല്ലെങ്കിൽ 5K 10K അടിക്കുന്ന സമയത്താണ് നമുക്കൊരു ആവേശം വരാൻ. അങ്ങനെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഇതാ 1K അല്ലെങ്കിൽ 5K 10K ഒക്കെ അടിക്കുന്നത് എന്നത് നമുക്കൊരു ആവേശം കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നേരെ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ വീഡിയോക്ക് 1K വ്യൂസ് ലഭിച്ചു എന്നുള്ളൊരു തമ്പനയിൽ അങ്ങ് ചേഞ്ച് ചെയ്യും. മിക്ക ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് 1K അല്ലെങ്കിൽ 5K 10K എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് തമ്പനയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിട്ട് നമുക്ക് പറയാം. കാരണം ആ ഒരു നമുക്ക് ഏത് അൽഗോരിതത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീച്ചായ കാരണം പോലും നമുക്കറിയില്ലായിരിക്കും. ഇപ്പം എൻ്റെ ഒരു ചാനലിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു വീഡിയോ ആണ്, ഇത് എന്തുകൊണ്ട് ഇത് റീച്ചായി എന്ന് എനിക്കറിയില്ല. ഫേസ് കാണിച്ചിട്ടില്ല, അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റെക്കമെൻഡ് ഈ ഒരു വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കത് ഓൾറെഡി അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു റെക്കമെൻഡാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ യൂട്യൂബ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ പോയിട്ട് ഈ ഒരു തമ്പനയിൽ ചേഞ്ച് ചെയ്യൽ, അതുപോലെ ആ ടൈറ്റിൽ കൊടുത്തതും ശരിയായില്ല, ഡിസ്ക്രിപ്ഷൻ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ടാഗുകൾ ഒക്കെ മാറ്റി കൊടുക്കാം. നമ്മൾ പൊതുവേ പറയാറുണ്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളത്. അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തരുന്നുമുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആയിക്കൊണ്ടിരിക്കുന്ന, വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോക്ക് പോയിട്ട് തമ്പനയിൽ ചേഞ്ച് ചെയ്യാനോ അതിൽ ഒരു എഡിറ്റിങ്ങിനും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് 1 lakh ആയിക്കോട്ടെ, 2 lakh ആയിക്കോട്ടെ, ഇനി മില്യൺ അടിച്ചാൽ പോലും നിങ്ങൾ അവിടെ പോയിട്ട് അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നൊരു നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു സംഭവമാണ്. അത് നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മിക്ക ക്രിയേറ്റേഴ്സിനും അതോട് കൂടിയിട്ട് ആ ഒരു വീഡിയോ ഡെഡായി കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. നിങ്ങളുടെ ആകാത്ത അല്ലെങ്കിൽ റീച്ച് കൂടാത്ത വീഡിയോസിന് നിങ്ങൾക്ക് പോയിട്ട് നല്ല തമ്പനയിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗൊക്കെ നിങ്ങൾക്ക് നല്ല കീവേഡ്സുകൾ കൊടുക്കാം. പക്ഷേ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോക്ക് പോയിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ഈ ഒരു 1K 2K 5K ഒക്കെ ആകുമ്പോൾ തമ്പനയിൽ പോയിട്ട് ഇത്ര വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും ചേഞ്ച് ചെയ്യരുത്. കാരണം യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം പ്രകാരം നിങ്ങൾക്കൊരു
റണ്ണിങ് ഒരു ബൂസ്റ്റിങ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം അത് സ്റ്റക്കാകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും പറയും, ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ട്, വ്യൂസ് ഇല്ലാത്ത വീഡിയോസ്, നിങ്ങളുടെ പഴയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. അത് ഏത് കേസിലാണ്? തീരെ റണ്ണാകാത്ത വീഡിയോസിനാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ വൈറലാകുന്നുണ്ട് അല്ലെങ്കിൽ റീച്ച് കൂടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു വീഡിയോക്ക് പോയിട്ട് ഈ സെറ്റിങ്സിൽ മാറ്റം വരുത്തരുത്. ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വീഡിയോയും ഇതുപോലെ റീച്ച് കിട്ടാം. അപ്പോൾ നിങ്ങളൊരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഒരു കണ്ടൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.